ഇതിനു മുൻപും ബി.ജെ.പിയെ കേരളത്തിൽ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് അത് ഉയർന്നു കേട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അത്തരമൊരു ചുമതല വഹിക്കാൻ താനില്ല എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ മുൻപ് നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലൊരു വളരെ പ്രധാനപ്പെട്ട ചുമതല, അതും ഒരു നിർണായക ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ ഏൽപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ളൊരു തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഇനി മുന്നിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് തദ്ദേശവും മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിക്ക് കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ, അല്ലെങ്കിൽ ഇരു നേതൃത്വങ്ങളും ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ തലപ്പത്തേക്ക് വരുമ്പോൾ അത് ബി.ജെ.പിക്ക് എങ്ങനെയാണ് മുതൽക്കൂട്ടാവുക? ഈ കോർ വോട്ടുകൾ, ഇപ്പോൾ നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർ വോട്ടുകൾക്കപ്പുറത്തേക്ക് കൂടുതൽ ആൾക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും എന്നെന്തുകൊണ്ട് നേതൃത്വം കരുതുന്നു? ഇപ്പോൾ നാരായണൻ നമ്പൂതിരി സഹവരണാധികാരി ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട്. അതായത് 12:30 അദ്ദേഹത്തിൻ്റെ അടുത്ത നടപടി 1.5 മണിക്കൂറിനകം ഈ നോമിനേഷൻ ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായി അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കായിരിക്കണം പോയിട്ടുണ്ടാവുക. അതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, രാജീവ് ചന്ദ്രശേഖറിനോട് കൃത്യമായി ദേശീയ നേതൃത്വം ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടാകണം. താങ്കളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്, താങ്കൾ ചുമതല ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടാകും. സ്വാഭാവികമായും അതനുസരിക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ മറ്റ് പോംവഴികൾ ഉണ്ടാകില്ല. അദ്ദേഹത്തിന് ബിസിനസ് കാര്യങ്ങളൊക്കെയുണ്ട്. എന്നാലും ഒരു 20 ദിവസമെങ്കിലും സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നതടക്കം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വീടെടുത്തിട്ടുണ്ട്. അവിടം കേന്ദ്രീകരിച്ച് കുറച്ച് നാളുകളായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് കേന്ദ്ര നിർദ്ദേശം കിട്ടുകയും അത് അദ്ദേഹം അനുസരിക്കുകയും ആയിരുന്നു എന്നുള്ളതാണ് വിവരം. ഇനി ചോദിച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. അതൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഏറ്റവും അടിത്തട്ടിൽ വർക്ക് നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് RSSന് കുറച്ചുകൂടി ഇൻവോൾവ്മെൻ്റ് ഉള്ള തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് മുതൽ അവരെ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രചാരണം നടത്തി വോട്ട് ചെയ്യിക്കുന്നിടം വരെ പരിപാടികൾ ചെയ്യുന്നത്, പണിയെടുക്കുന്നത് RSSൻ്റെ പ്രവർത്തകരാണ്. അതിൽ ഈ രാജീവ് ചന്ദ്രശേഖറിനെ ഇപ്പോൾ കൊണ്ടുവന്നതിൽ ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക് അമർഷമുണ്ടെങ്കിലോ ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതങ്ങനെ ബാധിക്കാൻ തക്ക സാധ്യതയില്ല. കാരണം RSS തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിനൊരു സംഘടനാ സെക്രട്ടറി ഉണ്ടായാൽ മാത്രം മതിയാകും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ബി.ജെ.പിയുടെ കോർ വോട്ടുകൾ അത് നിലനിർത്താൻ ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്രവും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം എന്തായാലും മതിയാകും. അത് ബി.ജെ.പിക്ക് അറിയാം, അത് അങ്ങനെ ഒലിച്ചു പോകുന്ന വോട്ടുകളല്ല എന്നുള്ളത്. പിന്നെ ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത് ഈ ഒഴുകി നടക്കുന്ന ഫ്ലോട്ടിംഗ് വോട്ടുകളുണ്ട്, അവർക്ക് ആ വോട്ടുകൾ കിട്ടാൻ, എങ്ങോട്ട് വേണമെങ്കിലും അറിയാവുന്ന വോട്ടുകളുണ്ട്, അത് കിട്ടാൻ അവർക്കൊരു മുഖം വേണമായിരുന്നു. ആ മുഖം രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ് എന്ന് ബി.ജെ.പി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രസിഡന്റായി ബി.ജെ.പി ദേശീയ നേതൃത്വം അവതരിപ്പിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ, യുവാക്കൾക്കിടയിലേക്ക് ഇറങ്ങാൻ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പിയിൽ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി വിട്ടുനിൽക്കുന്ന ആളുകളുണ്ട്. ബി.ജെ.പിയിൽ മഹാഭൂരിപക്ഷവും അങ്ങനെ വിട്ടുനിൽക്കുന്ന ആളുകൾ, മുൻകാല പ്രവർത്തകരുണ്ട്, അവർ വിട്ടുനിൽക്കുന്നവരുണ്ട്. സന്ദീപ് വാര്യരെയൊക്കെ പോലെയുള്ള ആളുകൾ ഈ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി വിട്ടുപോയവർ എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരൽ, അതടക്കമുള്ള കാര്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിക്കാൻ സാധിക്കും. ഇനി സംഘടനാപരമായി ഈ ആളുകളെ എങ്ങനെ കൊണ്ടു നടക്കും എന്നൊരു ചോദ്യം ഉയരും. അതായത് ലോയലിസ്റ്റുകളാണ്, പക്കാ ലോയലിസ്റ്റുകളാണ് ജില്ലാ പ്രസിഡന്റുമാർ. 27-3 എന്നതാണ് അതിൻ്റെ ഒരു സംഖ്യ തന്നെ. വി മുരളീധരൻ പക്ഷം എന്ന ആ ഭാഗത്തേക്ക് 20, കൃഷ്ണദാസ് പക്ഷത്തേക്ക് 7, ശോഭാ സുരേന്ദ്രനൊപ്പം 3, അങ്ങനെ ജില്ലാ പ്രസിഡന്റുമാർ ഉണ്ട് എന്നാണ് അനൗദ്യോഗികമായി പറയുന്നത്. ഇവരെ കൊണ്ടുപോവുക, ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്, അതൊരു വലിയ പണിയാണ്. അതിനാണ് അദ്ദേഹത്തിന് മുന്നിൽ സംഘടനാ സെക്രട്ടറി എന്ന വാതിൽ തുറന്നു കിടക്കുന്നത്. RSS ഒരു സംഘടനാ സെക്രട്ടറിയെ കൊടുക്കുകയാണെങ്കിൽ അതിനെ മറികടന്ന് ആ പദവിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ ഒരു ജില്ലാ പ്രസിഡന്റും മിനക്കെടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്ര ധൈര്യമുള്ള ജില്ലാ പ്രസിഡന്റുമാരൊന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമില്ല. അത് രാജീവ് ചന്ദ്രശേഖരനും കേന്ദ്ര നേതൃത്വത്തിനും കൃത്യമായി തന്നെ അറിയാം. സ്വാഭാവികമായും സംഘടനാ സെക്രട്ടറി ആയിരിക്കും സംഘടന ചലിപ്പിക്കുക. മുഖമെന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനും ഉണ്ടാകും. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കടക്കം പോകാം എന്നാണ്
നിലവിൽ ഒരുപക്ഷെ അവർ കണക്ക് കൂട്ടുന്നത്. അവരുടെ ചോയ്സ് കേരളം പോലൊരു സംസ്ഥാനത്ത് ഹിന്ദുത്വം മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന് BJP തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കണം. ഹിന്ദുത്വവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന, ഒരേ സമയം ഇത് രണ്ടും പറയാൻ കഴിയുന്ന അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരൻ അവതരിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. ശ്രീകാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശ്രീകാന്ത് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് പുതിയ ഒരു സംഘടനാ സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ BJPക്കുള്ളത്. ഒരുപക്ഷെ ഈ 14 ജില്ലകളിലെ വിഭജിച്ചുകൊണ്ട് 30 ജില്ലാ കമ്മിറ്റികൾ ഇതിനോടകം തന്നെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അധ്യക്ഷന്മാർ വേറെ വേറെയാണ്. അതിൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട, വയനാട്, കാസർഗോഡ് ഈ 3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളെയും ആ രീതിയിൽ വിഭജിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ 3 ജില്ലാ കമ്മിറ്റികൾ വരെയുണ്ട്. അങ്ങനെ ഒരു പുതിയ സംവിധാനത്തിൽ പുതിയൊരു അധ്യക്ഷൻ കൂടി സംസ്ഥാനത്തിന് വരുന്നു BJPക്ക്. അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിരിക്കും രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുക? അതോടൊപ്പം തന്നെ ഇപ്പോൾ 3 വിഭാഗങ്ങളായി പറയുമ്പോൾ 3 പേരുകളിലേക്ക് ആ കമ്മിറ്റികൾ ചുരുങ്ങുന്നുമുണ്ട്. അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ മേധാവിത്വം ആ രീതിയിലേക്കാണെന്ന് പറയുന്നു. അപ്പോൾ അവരെയൊക്കെ അണിനയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക അത് എത്രമാത്രം ശ്രമകരമാണ്? മറ്റൊന്ന്, 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടെങ്കിലും കേരളത്തിൽ അദ്ദേഹം എത്രമാത്രം സുപരിചിതനാണ് എന്നൊരു ചോദ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യം മുൻനിർത്തി പറയുകയാണെങ്കിൽ അത് എത്രമാത്രം ഉണ്ട് എന്നതൊരു മറ്റൊരു ചോദ്യം. ഈ കർണാടകയിൽ നിന്നാണ് 3 തവണ രാജ്യസഭാംഗമായി അദ്ദേഹം പോയത്. ഒരു തവണ കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു. അതൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി മലയാളികൾക്കിടയിൽ കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സംവിധാനമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം K. സുരേന്ദ്രൻ നമുക്ക് വളരെ പരിചയമുള്ള അല്ലെങ്കിൽ കുറേ നാളുകളായി കേരളത്തിൽ തന്നെ ഉള്ളൊരു നേതാവാണ്. ഇത്രയും നാൾ അദ്ദേഹം BJP നയിക്കുകയും ചെയ്തു. ഒരു ടേം കൂടി K. സുരേന്ദ്രൻ ലഭിക്കും, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ MT രമേശോ ഒക്കെ ഈ സംസ്ഥാന അധ്യക്ഷനാകും എന്നൊക്കെയുള്ള വലിയ സൂചനകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുന്നത്. അതെന്തുകൊണ്ട് എത്തുന്നു? ഒപ്പം തന്നെ എത്രമാത്രം സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടാവും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ? ഒന്നാമത്തെ കാര്യം ഈ അപരിചിതത്വം എന്ന് പറഞ്ഞു. അതിൽ BJP കേന്ദ്ര നേതൃത്വം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ, പാർലമെന്ററി പൊളിറ്റിക്സിൽ അദ്ദേഹത്തിനുള്ള കഴിവ് അത് പരിഗണിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനും ആ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയിൽ ഉള്ള വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്ത് നല്ല ശീലമുള്ള വ്യക്തിയാണ്. പാർലമെന്ററി പൊളിറ്റിക്സിൽ പയറ്റിത്തെളിഞ്ഞ വ്യക്തി തന്നെയാണ്. കർണാടക രാഷ്ട്രീയത്തിലെ കയറ്റിറക്കങ്ങൾ കൃത്യമായി അറിയാവുന്ന, അതിനൊത്ത് നീങ്ങിയിരുന്ന വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അപരിചിതത്വം പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തനി പുതിയ ആളായിരുന്നു. അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടുമോ, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നൊക്കെയുള്ള ചർച്ചകൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ 1 മാസം കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും അദ്ദേഹം ഇവിടെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ, പ്രചാരണ രംഗത്തൊക്കെ തന്നെ. എന്നിട്ടും അദ്ദേഹം അതിനെയൊക്കെ മറികടന്ന് വെറും 15,000 വോട്ടുകൾ, അതിനാണ് അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അത് അദ്ദേഹത്തിന് കേരളത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ, ഇനി ഇപ്പോൾ വീണ്ടും അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അപരിചിതത്വം ഉണ്ടാകുമോ, ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പരിചിതനാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണത്. തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം 1 മാസം കൊണ്ട് നേടിയെടുത്ത സ്വാധീനം, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം തെളിയിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സംഘടനയ്ക്കുള്ളിൽ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സംഘടനാ സെക്രട്ടറി ഉണ്ടെങ്കിൽ, കരുത്തനായ ഒരു സംഘടനാ സെക്രട്ടറി ഉണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം ഈ പ്രശ്നങ്ങളൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗം, അതോടൊപ്പം തന്നെ മറ്റ് ടെക്നോക്രാറ്റുകൾ, പ്രധാനമായും യൂത്ത്, ആ വിഭാഗങ്ങളെയൊക്കെ തന്നെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കും. പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് BJPക്കുള്ളിൽ, അവരെയൊക്കെ തന്നെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിനും രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടാകും എന്ന് കരുതാം. ഒപ്പം തന്നെ ഇനി ഈ ഗ്രൂപ്പുകൾ, നേരത്തെ പറഞ്ഞ ജില്ലാ പ്രസിഡന്റുമാർ പല വിഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യക്ഷൻ ചുമതലയേറ്റ് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ജില്ലാ പ്രസിഡന്റുമാരടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BJPയിൽ അങ്ങനെ പക്കാ ലോയലായി നിൽക്കുന്ന ആളുകൾ വി മുരളീധര പക്ഷത്ത് മാത്രമേ ഉള്ളൂ. മറ്റ് പക്ഷങ്ങളിലൊക്കെ തന്നെ പക്കാ ലോയലായ ആളുകൾ ഉണ്ട് എന്ന് പറയാനും സാധിക്കില്ല. ഇനി സംസ്ഥാന ഘടകം തന്നെ ആകെ മൊത്തം അഴിച്ചു പണിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരു പക്ഷേ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായേക്കാം, ഒരു വർക്കിംഗ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ വർക്കിംഗ് പ്രസിഡന്റുമാരോ ഉണ്ടായേക്കാം. പുതിയ ജനറൽ സെക്രട്ടറിമാർ സ്വാഭാവികമായും
ഇടം നേടാനുള്ള സാധ്യതയുണ്ട്. പുതിയ വൈസ് പ്രസിഡന്റുമാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാർട്ടിയെ നയിക്കുക അങ്ങനെ ഒരു സംവിധാനവുമാകാം. എന്തായാലും വ്യക്തമാണ്, പുതിയൊരു മുഖം സംസ്ഥാന BJPക്ക് വരുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടി പിന്നീട് ബിസിനസ് രംഗത്ത് തിളങ്ങിയത് ബംഗളൂരുവിലാണ് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ 3 തവണ കർണാടകയിൽ നിന്നും രാജ്യസഭാംഗമായി മാറുകയും പിന്നീട് കേന്ദ്ര സഹമന്ത്രിയാവുകയൊക്കെ ചെയ്ത ഒരാൾക്ക് കൃത്യമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, കൃത്യമായ ദിശാബോധമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരട്ടെ എന്ന രീതിയിലുള്ള തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടുവെന്ന് മനസ്സിലാക്കുന്നു. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ചെറിയ